തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, കുരിശിലെ അന്ത്യമൊഴി ധ്യാനിക്കാം. ഇപ്പോൾ എല്ലാം പൂർത്തിയായി. 33-ാമത്തെ വയസ്സിൽ മരിക്കുന്ന ഒരാൾ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് നിറഞ്ഞ സംതൃപ്തിയോടെ മിഴിയടയ്ക്കുന്നു. എന്താണ് പൂർത്തിയായത്? ജീവിച്ച് പൂർത്തിയായില്ലല്ലോ. ചെയ്ത പ്രവൃത്തികൾ പൂർത്തിയായില്ലല്ലോ. ഈ ക്രിസ്തുവിന് ഒരു പ്രസംഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആൾക്കൂട്ടം പിറുപിറുത്തു. സ്വദേശത്ത് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ സ്വദേശക്കാർ അവനെ തള്ളിപ്പറഞ്ഞു. ഒരു പ്രസംഗങ്ങളും ക്രിസ്തുവിന് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അവശേഷിച്ചത് 12 പേരാണ്. കുരിശിൽ മരിക്കുമ്പോൾ ഈ 12 പേരും അവനെ ഉപേക്ഷിച്ചു. ആരും കൂടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കുരിശിൽ മിഴിപൂട്ടവേ അവൻ സൗമ്യമായി പറഞ്ഞു, ഇപ്പോൾ എല്ലാം പൂർത്തിയായി. പൂർത്തിയായത് അവൻ്റെ സ്നേഹമാണ്. പ്രതിസന്ധികളേറെ ഉണ്ടായിട്ടും സ്നേഹം ആവർത്തിച്ച് പരീക്ഷിക്കപ്പെട്ടിട്ടും ഒടുവിൽ മരിക്കുമ്പോൾ അവൻ പറഞ്ഞു, എല്ലാം പൂർത്തിയായി. സ്നേഹം പൂർത്തിയായി. അണുവിട പോലും സ്നേഹത്തിൽ വീഴ്ച വരുത്താതെ പൂർണ്ണമായ സ്നേഹത്തിൽ അവൻ മിഴിയടച്ചു. സ്നേഹം പൂർത്തിയായി. ജീവിതത്തിൽ എല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന നമുക്ക് നേരെ ക്രിസ്തുവിൻ്റെ ആ മൊഴി കേൾക്കുന്നു. നമ്മളിൽ പൂർത്തിയാക്കപ്പെടാത്തതും ക്രിസ്തുവിൽ മാത്രം പൂർത്തിയായതും സ്നേഹമാണ്. ഇനി നമ്മുടെയും അധ്വാനം ഇതാണ്. ജീവിതത്തിൽ ഓരോന്നോരോന്നായി പൂർത്തിയാക്കാൻ കൊതിക്കുന്ന നമ്മളോട് ഒരു ചോദ്യം: എന്നാണ് നമ്മുടെ ഉള്ളിലെ സ്നേഹം പൂർണ്ണമാവുക? സ്നേഹപൂർവം.